ഉത്തരവ് വിവാദത്തിൽ ലോക്നാഥ് ബെഹ്റയ്ക്ക് തെറ്റുപറ്റിയിട്ടില്ലെന്ന് പോലീസ് മേധാവി ടി.പി. സെൻകുമാർ മാനദണ്ഡങ്ങൾ പാലിച്ചാണ് ഉത്തരവിറക്കിയത്. ഒരു കമ്പനിയുടെ പേര് പറഞ്ഞത് നിറം മനസ്സിലാക്കാനാണ്. പോലീസ് സ്റ്റേഷനുകളിൽ നിറം മാറ്റാൻ ഏഷ്യൻ വെർജിൻ കമ്പനികളുടെ പെയിന്റ് ഉപയോഗിച്ചിട്ടുണ്ടെന്ന് സെൻകുമാർ പറഞ്ഞു. വിവരങ്ങൾ നൽകാൻ റഹീസ് ചേരുന്നുണ്ട്. റഹീസ്, വിവരങ്ങൾ. സൈഫുനിസ, വിവാദമായ പെയിന്റടി ഉത്തരവിൽ അന്നത്തെ പോലീസ് മേധാവിയായിരുന്ന DGP ലോക്നാഥ് ബെഹ്റയ്ക്ക് പൂർണ്ണമായും അദ്ദേഹം എടുത്ത തീരുമാനത്തോട് ന്യായീകരിച്ചുള്ള ഒരു മറുപടിയാണ് സംസ്ഥാന പോലീസ് മേധാവി ടി.പി. സെൻകുമാർ പരാതിക്കാരന് നൽകിയിരിക്കുന്നത്. ഈ മറുപടിയിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം ഫെബ്രുവരി 15-ാം തീയതിയാണ് ഇത്തരത്തിലൊരു പെയിന്റടി പോലീസിന്റെ കൺസ്ട്രക്ഷൻ റിവ്യൂ മീറ്റിംഗിൽ വെച്ചാണ് എല്ലാ പോലീസ് സ്റ്റേഷനുകൾക്കും ഏകീകൃത കളർ അടിക്കാനുള്ള ഒരു തീരുമാനമെടുത്തത്. അതിനുശേഷം ഏത് കളർ വേണം എന്ന കാര്യത്തിൽ ഒരു ശുപാർശ നൽകാൻ പോലീസ് വെയർഹൌസിംഗ് കൺസ്ട്രക്ഷൻ CMDയെ ചുമതലപ്പെടുത്തി. അതനുസരിച്ച് അദ്ദേഹം നൽകിയ ശുപാർശ അനുസരിച്ചാണ് കഴിഞ്ഞ ഏപ്രിൽ 26-ാം തീയതി എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും ഒരേ കളറുള്ള പെയിന്റ് അടിക്കാൻ നിർദ്ദേശിച്ചത്. അതിനൊപ്പം ഡ്യുലക്സ് കമ്പനിയുടെ പേര് പറഞ്ഞത് കൃത്യമായി പോലീസ് മേധാവി ഉദ്ദേശിച്ച പെയിന്റ് ഏതാണെന്ന് അറിയുന്നതിന് വേണ്ടി മാത്രമാണ് ഡ്യുലക്സ് കമ്പനിയുടെ പേര് പറഞ്ഞത് എന്നാണ് ടി.പി. സെൻകുമാർ ന്യായീകരണത്തിനായി പറയുന്നത്. ഒപ്പം 1968-ൽ പോലീസ് വാഹനങ്ങൾക്ക് പെയിന്റ് അടിക്കുന്ന സമയത്ത് ഇന്ന കമ്പനിയുടെ പെയിന്റ് എന്ന് സമാന അവസ്ഥ വന്നപ്പോൾ പറഞ്ഞിട്ടുണ്ട് എന്ന കാര്യവും അദ്ദേഹം പറയുന്നുണ്ട്. ഇതനുസരിച്ച് 5.2 കോടി രൂപയുടെ പോലീസ് വെയർഹൌസിംഗ് കൺസ്ട്രക്ഷന്റെ പ്ലാൻ ഫണ്ടിൽ നിന്ന് 1.75 കോടി രൂപ വിവിധ പോലീസ് സ്റ്റേഷനുകൾക്ക് പെയിന്റ് അടിക്കാൻ വേണ്ടി ചിലവാക്കിയിട്ടുണ്ട് എന്ന് പറയുന്നു. ഏറ്റവും അവസാനമായി ഈ റിപ്പോർട്ടിന്റെ ഏറ്റവും അവസാനമായി അദ്ദേഹം പറയുന്ന ഒരു കാര്യം, ഇന്ന കമ്പനിയുടെ പെയിന്റ് അടിക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ടെങ്കിലും അതിനൊപ്പം മറ്റ് കമ്പനികളുടെ പെയിന്റും അടിക്കുന്നതിൽ കുഴപ്പമില്ല എന്ന കാര്യം ചേർക്കുന്നതിൽ ലോക്നാഥ് ബെഹ്റയ്ക്ക് വീഴ്ച പറ്റിയിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു. ഇത് ജനങ്ങൾക്കിടയിൽ പോലീസിനെതിരെ തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ കാരണമായി എന്നും ടി.പി. സെൻകുമാർ വ്യക്തമാക്കുന്നു. നിലവിൽ തിരുവനന്തപുരം വിജിലൻസ് പ്രത്യേക കോടതിയിൽ ഈ പെയിന്റടി വിവാദത്തിൽ കേസ് നടക്കുകയാണ്. ഈ കേസിൽ ടി.പി. സെൻകുമാർ ഇപ്പോൾ നൽകിയിരിക്കുന്ന മറുപടി ലോക്നാഥ് ബെഹ്റയ്ക്ക് തുറുപ്പ് ചീട്ടാകും. കോടതി തന്നെ അപ്പോൾ പറഞ്ഞിരിക്കുന്നത് ലോക്നാഥ് ബെഹ്റയ്ക്കെതിരെ കോടതി രൂക്ഷ വിമർശനം ഉന്നയിക്കുകയും പെയിന്റ് കമ്പനിയുമായി ലോക്നാഥ് ബെഹ്റയ്ക്ക് എന്താണ് ബന്ധം എന്ന രീതിയിൽ കോടതി ചോദിക്കുകയൊക്കെ ചെയ്തിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ പക്ഷേ ടി.പി. സെൻകുമാർ DGP തന്നെ അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴത്തെ ഒരു നിലപാടിലൂടെ ഉണ്ടായിരിക്കുന്നത്. ഇത് എത്രത്തോളം ബെഹ്റയ്ക്ക് കേസിൽ ഗുണം ചെയ്യും? തീർച്ചയായും നിലവിലെ DGPയുടെ നിലപാടായിരിക്കും ഈ കേസിൽ സംസ്ഥാന സർക്കാരിനോട് എന്തെങ്കിലും വിശദീകരണം കോടതിയുടെ ഭാഗത്തു നിന്ന് ചോദിച്ചാൽ ഈ സമാന നിലപാടായിരിക്കും സർക്കാർ കോടതിയിൽ നൽകുക. ഈ നിലപാടിൽ ബെഹ്റയ്ക്കെതിരായി കോടതിയുടെ ഭാഗത്തു നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള പരാമർശം വരാൻ സാധ്യതയുള്ളത് ഒരു വരിയാണ്. ഏറ്റവും അവസാന ലൈനിൽ പറയുന്നു, ഒരു കമ്പനിയുടെ പേര് അടിയന്തര സാഹചര്യത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓർ ഈക്വലന്റ് എന്നുള്ള പദം ഉപയോഗിക്കണമായിരുന്നു. അതായത് ഡ്യുലക്സ് എന്നാണ് ബെഹ്റയുടെ ഉത്തരവിൽ പറയുന്നത്. ആ കമ്പനിക്ക് സമാനമായ മറ്റ് കമ്പനികളുടെ പെയിന്റും ഉപയോഗിക്കണം എന്ന് ഉത്തരവിൽ പറയേണ്ടതുണ്ടായിരുന്നു. ഇതിനു മുമ്പും ഇത്തരത്തിലുള്ള ഉത്തരവുകൾ പുറത്തിറക്കുമ്പോൾ അങ്ങനെ ഒരു കാര്യം പറയുന്നുണ്ടായിരുന്നു. അത് ഈ ഉത്തരവിൽ ഉണ്ടാവാത്തത് വീഴ്ചയാണ് എന്ന് പറയുന്നു. ഇത് പൊതുജനങ്ങൾക്കിടയിൽ പോലീസിനെ കുറിച്ച് തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ കാരണമായി എന്ന് പറയുന്ന ഈ റിപ്പോർട്ടിലെ ഏറ്റവും അവസാനത്തെ വരികളിൽ മാത്രമാണ് ലോക്നാഥ് ബെഹ്റയ്ക്കെതിരെ ഏതെങ്കിലും തരത്തിലുള്ള പരാമർശമുള്ളത്. മറ്റു കാര്യങ്ങളെല്ലാം കൃത്യമായ രീതിയിൽ തന്നെയാണ് നടത്തിയിരിക്കുന്നത് എന്ന് പറയുന്നു. അതിന് 1968-ൽ നടന്ന പോലീസ് വാഹനങ്ങൾക്ക് പെയിന്റ് അടിക്കുന്ന സമയത്തും ഇത്തരത്തിലുള്ള ഉത്തരവ് തന്നെയാണ് പുറത്തിറക്കിയത് എന്ന് പറയുന്നു. ഒപ്പം നിലവിലെ കുറേ പോലീസ് സ്റ്റേഷനുകളിൽ ഈ ഉത്തരവ് അനുസരിച്ച് പെയിന്റ് അടിച്ചിട്ടുണ്ട്. പക്ഷേ അവിടെ ഡ്യുലക്സ് അല്ലാത്ത 2 കമ്പനികൾ, അതായത് ഏഷ്യൻ പെയിന്റ്സിന്റെയും ബർജർ പെയിന്റ്സിന്റെയും പെയിന്റുകൾ ഉപയോഗിച്ച് പോലീസ് സ്റ്റേഷനുകൾക്ക് പുതിയ നിറം നൽകിയിട്ടുണ്ട് എന്ന് പറയുന്നത് പൂർണ്ണമായും ബെഹ്റയെ ന്യായീകരിക്കാൻ വേണ്ടി തന്നെയാണ്. റഹീസ് റഷീദാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്.